ചൈൽഡ് വെൽഫെയറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടി, അവന് കോളേജ് അഡ്മിഷന് വേണ്ടി ഞാനാണ് ആപ്ലിക്കേഷൻസ് അയക്കുന്നത്. ഇവനോട് ഞാൻ പറഞ്ഞു, 10 മിനിറ്റിനുള്ളിൽ എൻ്റെ ആപ്ലിക്കേഷൻ അയക്കണം, നീ വരണം എന്ന് പറഞ്ഞ് പലതവണയായിട്ട് ഇവൻ മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഇവനെ എൻ്റെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് ഞാൻ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് കുറച്ച് കാനബീസൊക്കെ അടിക്കണം, ആളൊന്ന് പുറത്തേക്ക് പോകണം, അതിനുവേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. 10 മിനിറ്റ് പറഞ്ഞത് 15 മിനിറ്റ് ആയപ്പം അവനെന്ത് നേരെ തട്ടിക്കറി, എനിക്ക് പുറത്ത് പോകണം, എനിക്ക് സമയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ബഹളം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നിനക്ക് എന്തിനാ ഇപ്പോൾ പുറത്ത് പോയിട്ട് സിഗരറ്റൊക്കെ വലിച്ച് കൂട്ടുകാരോട് നടക്കാനല്ലേ? അതാണോ ഇമ്പോർട്ടൻറ്റ്, ഇതാണോ ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ ചോദിച്ചൊരു ചെറിയ ശാസനം ഞാൻ അവന് കൊടുത്തു. കുഞ്ഞു കുട്ടിയാണ്, 16 വയസ്സ് കാണും. ഞാൻ നോക്കുമ്പോൾ എല്ലാവരോടും അഗ്രസീവാണ് ആൾ, എല്ലാവരോടും, എല്ലാ സ്റ്റാഫിനോടും എല്ലാവരോടും അവൻ ദേഷ്യപ്പെടും. അവന് ആർക്കും ഇഷ്ടമില്ല, കാരണം ഹി ഓൾവേസ് ബി ക്രൂവൽ വിത്ത് ഓൾ ദ സ്റ്റാഫ്സ്, നോബഡി ലൈക്സ് ഹിം. പക്ഷേ ഞാൻ ഒന്ന് ശാസിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ കുഞ്ഞ് തല കീഴ്പോട്ടാക്കിയിരുന്ന് കരയാണ്. ഇറ്റ് വാസ് എ ബിഗ് ഷോക്ക് ഫോർ മീ, കാരണം അവളൊരു ഇംഗ്ലീഷ് കുട്ടിയാണ്. ഞാനൊന്ന് ഞെട്ടി. പുറകോട്ട് ചിന്തിച്ച് നോക്കിയപ്പം അവൻ്റെ അമ്മ മരിച്ചിട്ട് 1 വർഷമായി, അവൻ അപ്പം മരിച്ചിട്ട് 6 മാസമായി. രണ്ടും ക്യാൻസർ തന്നെയായിരുന്നു. അവനൊരു സഹോദരനുണ്ട്, ബ്രെയിൻ ട്യൂമറാണ്, 20 വയസ്സ്. ഈ കുട്ടി ഒരുപാട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഹി ഡസൻറ്റ് ഹാവ് എനിവൺ ടു ഗൈഡ് ഹിം. അവനൊരമ്മയില്ല. ചിലപ്പോൾ എൻ്റെ ശാസന അവനൊരമ്മയുടെ ശബ്ദമായിരിക്കും കൊടുത്തത്, അല്ലെങ്കിൽ അവൻ്റെ കണ്ണ് നിറഞ്ഞെന്തിനാ അല്ലേ? ശാസിക്കാൻ ഒരമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന മക്കളും ഈ ലോകത്തുണ്ട്. സ്നേഹമാണ് അഖിലസാരമൊഴിയിലെന്ന് പണ്ട് കുമാരനാശാൻ